നോക്കൂ എന്തോ ശർക്കര വരട്ടിയോ സോയാബീനാണോ? ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് തമ്മിൽ കണ്ടതുപോലെ തന്നെ ഇന്ന് നമുക്കൊരു ഷോപ്പിംഗ് വ്ളോഗാണ്. കുറേ നാളായാലും നമ്മുടെ ചാനലിൽ ഷോപ്പിംഗ് വ്ളോഗൊക്കെ അപ്ലോഡ് ചെയ്തിട്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുമ്പോഴത്തേക്ക് ഇത് തന്നെയാണല്ലോ അല്ലേ ആദ്യം പറഞ്ഞത്. അപ്പോൾ ഇന്നൊരു ഓണം ഷോപ്പിംഗ് ആണ്. എന്ത് പെട്ടെന്നല്ലോ ഒരു വർഷമൊക്കെ പോയത്. ഈ കഴിഞ്ഞൊരു വർഷം സത്യം പറയല്ലോ ഒരു മാസമൊക്കെ പോയതുപോലെയാണ് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. ഇതിപ്പം ഉത്രാടത്തിൻ്റെ തലേ ദിവസമാണ്, അതായത് ഒന്നാം ഓണത്തിൻ്റെ തലേ ദിവസമാണ് നമ്മൾ സാധനങ്ങളൊക്കെ മേടിക്കാനായിട്ട് ഇറങ്ങിയത്. അപ്പോൾ ഓണമൊക്കെ ആയതുകൊണ്ട് തന്നെ കുറച്ച് അധികം സാധനങ്ങൾ മേടിക്കാനായിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി ഇറങ്ങിയതാണേ. അങ്ങനെ വീട്ടിൽ നിന്ന് തന്നെ നമ്മളൊരു പേപ്പറിൽ എഴുതിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു എന്തൊക്കെയാണ് വേണ്ടിയിട്ടുള്ളതെന്ന്. അല്ലെങ്കിൽ പിന്നെ വീടെത്തുമ്പോഴത്തേക്കായിരിക്കും ആലോചിക്കുന്നത് അയ്യോ അത് മേടിച്ചില്ലല്ലോ ഇത് മേടിച്ചില്ലല്ലോ എന്നൊക്കെ. അതുകൊണ്ട് തന്നെ നമ്മൾ എഴുതിക്കൊണ്ടാണ് വന്നിട്ടുണ്ടായിരുന്നു എന്തൊക്കെയാണ് വേണ്ടിയിട്ടുള്ളതെന്ന്. അങ്ങനെ വന്ന സാധനങ്ങളൊക്കെ മേടിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഉത്രാടത്തിൻ്റെ തലേ ദിവസമാണ്. ശരിക്കും പറഞ്ഞാൽ എനിക്കിപ്പോൾ എന്താണെന്നറിയാം, ഈ ഒരു വോയിസ് ഓവർ കൊടുക്കുമ്പോൾ പോലും ഞാനിപ്പോൾ ഇത് ഉത്രാടത്തിന് അന്നാണ് ഈ ഒരു വീഡിയോ എഡിറ്റ് ചെയ്യുന്നത് തന്നെ. കഴിഞ്ഞ വർഷം ഉത്രാടത്തിനായിരുന്നു എൻ്റെ എൻഗേജ്മെൻറ്റ്. അതായത് ഇപ്പം നോക്കിയാൽ കറക്റ്റ് ഒരു വർഷം ആയിട്ടില്ല. ഒരു വർഷം സെപ്റ്റംബർ 14 ആവത്തതേ ഉള്ളൂ. മലയാള മാസം നോക്കാനാണെങ്കിൽ ഇന്നത്തെ ദിവസം അതായത് ഉത്രാടത്തിൻ്റെ അന്നായിരുന്നു ഞങ്ങളുടെ എൻഗേജ്മെൻറ്റ്. നെക്സ്റ്റ് ഡേ ആണ് തിരുവോണമായിട്ടുണ്ടായിരുന്നത്. എനിക്ക് പെട്ടെന്ന് അതൊക്കെ കേട്ടോ മനസ്സിലേക്ക് ഓർമ്മ വന്നത്. സെപ്റ്റംബർ 14 ആകുമ്പോഴത്തേക്കാണ് കറക്റ്റ് ഒരു വർഷം ആവുന്നത്. ഇപ്രാവശ്യം ഓണം കുറച്ച് നേരത്തെ വന്നുപോയി. അങ്ങനെയൊക്കെ എനിക്കിപ്പോൾ ഓർമ്മ വന്നത്. അതായത് അന്നത്തെ ആ ഒരു സമയത്ത് നമ്മൾ എന്തൊക്കെ ചെയ്തു. കാരണം ആ ഒരു ദിവസം ശരിക്കും പറഞ്ഞാൽ ഉച്ച ഒരു 2:30-3 മണി വരെ ഞങ്ങൾ സ്റ്റേജിലായിരുന്നു. പിന്നെ അതിന് ശേഷം വീട്ടിൽ വന്ന് ഈ സമയമൊക്കെ ഞങ്ങൾ നല്ല ഉറക്കമായിരുന്നു കേട്ടോ ഞങ്ങൾ എല്ലാവരും വന്നത്. കാരണം തലേ ദിവസം ഒരു ഇച്ചിരി നേരം കൊണ്ട് ഞങ്ങൾ ഉറങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഇന്നൊരു ദിവസമായപ്പോഴത്തേക്ക് എനിക്ക് അതൊക്കെ ഓർമ്മ വന്നത്. അങ്ങനെയൊക്കെ അങ്ങനെ വന്ന് കുറേ സാധനങ്ങൾ കിച്ചണിലേക്ക് വേണ്ടിയുള്ള സാധനങ്ങളൊക്കെ മേടിച്ചു. പിന്നെ ഒരു വേസ്റ്റ് ബിൻ നോക്കുവാണേ. അങ്ങനെ അതൊക്കെ നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. പിന്നെ ഞാൻ പ്രത്യേകിച്ച് എന്തെങ്കിലും നോക്കണമെന്ന് വെച്ചാൽ അല്ല, തുണ്ടിലുള്ള എല്ലാ സാധനങ്ങളും നമ്മൾ എടുത്തു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ചൊന്നുമില്ല. ആശുക്കുട്ടിന് നമ്മുടെ കൂടെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ആവശ്യം വേണ്ടിയുള്ള സാധനങ്ങളൊക്കെ എടുത്തു. അങ്ങനെ ഇരുന്നപ്പോഴത്തേക്കാണ് അവിടെ അറിഞ്ഞത് അവിടെ ഒരു ഷോപ്പ് ഉണ്ടെന്ന്. അതായത് ലിപ്സ്റ്റിക്കും ഇതുപോലെ ഫാൻസി ഐറ്റംസിന് വേണ്ടിയിട്ട് ഒരു പ്രത്യേകം ഒരു സ്റ്റോർ അതിൻ്റെ തൊണ്ടെന്ന് നമ്മൾ അപ്പോഴാണ് അറിഞ്ഞത്. അങ്ങനെ പിന്നെ നേരെ അങ്ങോട്ടേക്ക് പോയി ഞാൻ തപ്പി നടന്ന കുറേ ഷെയ്ഡ് അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അത് മാത്രമല്ല കുറേ ഇയറിങ്സ് ഉണ്ടായിരുന്നു. കളർ പോകാത്ത ടൈപ്പുള്ള ഇയറിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ ഇയറിങ്സ് ഒന്നും എടുക്കാൻ പോയില്ല. എനിക്ക് മെയിനായിട്ട് വേണ്ടത് കുറേ ലിപ്സ്റ്റിക് ആയിരുന്നു. കുറേയൊന്നുമല്ല, ഒറ്റ ഷെയ്ഡ് മാത്രം. കുറേന്ന് ഞാൻ പിന്നെ ഒരു ഹൈപ്പിനങ്ങ് പറഞ്ഞേ ഉള്ളൂ. ഒരു ലിപ്സ്റ്റിക് ഷെയ്ഡ് വേണമായിരുന്നു. അങ്ങനെ അത് തപ്പി ഇവിടെ വന്നതാണ്. നോക്കിയപ്പോഴത്തേക്ക് അത് കിട്ടിയില്ല. പക്ഷെ അതിന് പകരം വേറെ കുറേ ഷെയ്ഡ് ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. നല്ല നോക്കൂ ലൈറ്റ് വെച്ചത് ലൈറ്റ് കൊള്ളാം അല്ലേ? ഫോട്ടെടുക്കാൻ പറ്റിയ ലൈറ്റല്ലേ? സത്യം പറഞ്ഞാൽ മൊത്തത്തിൽ ഷെയ്ഡൊക്കെ കണ്ടപ്പോഴത്തേക്ക് എനിക്കിതിനകത്ത് ഏതെടുക്കണമെന്ന് കൺഫ്യൂഷൻ ആയിപ്പോയി. കാരണം അവിടുത്തെ ആ ഒരു ലൈറ്റ് വെട്ടത്തിലൊക്കെ എല്ലാ ലിപ്സ്റ്റിക് ഷെയ്ഡും ഏകദേശം ചേർന്ന് പോകുന്നതൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷേ വീട്ടിൽ കൊണ്ടുപോകുമ്പോഴത്തേക്കാണ് എനിക്ക് പറ്റാത്തത്. കാരണം ഇതിനു മുന്നേ എനിക്കൊരു പണി കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാനൊരു ഷുഗറിൻ്റെ ലിപ്സ്റ്റിക് ഷെയ്ഡ്, അതായത് ഒരു ബുള്ളറ്റ് ലിപ്സ്റ്റിക്കാണ്, ഒരു വർഷം മുന്നേ ഞാൻ മേടിച്ചതാണ് കേട്ടോ. ഷോപ്പിൽ വെച്ച് എനിക്ക് ഇട്ട് നോക്കി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്. അതായത് ആ ഒരു ലൈറ്റിൽ ഞാൻ വിചാരിച്ചിട്ടുള്ളൂ അത് ഭയങ്കര കറക്റ്റായിട്ട് ചേരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് അത് വലിയ കാര്യത്തിൽ മേടിച്ചതാണ്. പക്ഷേ വീട്ടിൽ വന്ന് ഇട്ട് നോക്കിയപ്പോഴത്തേക്ക് ഒട്ടും ചേർന്നുണ്ടായിരുന്നില്ല. കാരണം എനിക്ക് പറ്റിയൊരു ഷെയ്ഡല്ലാന്ന് എനിക്ക് അന്നേരമാണ് മനസ്സിലായത്. പിന്നെ ഞാനത് മിക്സ് ചെയ്തിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഏതെങ്കിലും ഒരു ഡാർക്ക് കളർ ലിപ്സ്റ്റിക്കിൻ്റെ കൂടെ അതും കൂടി മിക്സ് ചെയ്തിട്ടാണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഓരോന്നെടുക്കുമ്പോഴൊരു ടെൻഷൻ ഉണ്ടായിരുന്നു ഇതെങ്ങനെ ആയിരിക്കും എന്നുള്ളത്. പക്ഷേ വലിയ കുഴപ്പമില്ലായിരുന്നു കേട്ടോ. ഞാൻ ഉദ്ദേശിച്ച ആ ഒരു ഷെയ്ഡൊക്കെ തന്നെ എനിക്ക് അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ റേറ്റ് നോക്കിയിട്ട് പറയാം. 280. ഷെയ്ഡോ ഷെയ്ഡോ വേറെ റേറ്റ്സ് ഉണ്ടോ? ഒരു
ഫൈനലി എടുത്ത് ഒറ്റ ഷെയ്ഡാണെങ്കിലും അവിടെ നിന്ന് ഒട്ടുമിക്ക ഷെയ്ഡ് ഞങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയല്ലോ. പക്ഷെ ഞാൻ മേടിച്ച ഷെയ്ഡ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടെ. സത്യം പറയല്ലോ നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു സ്റ്റാഫായിരുന്നു കേട്ടോ. ആള് നമ്മളെ കൂടെ തന്നെ നിന്നിട്ടുണ്ടായിരുന്നു. നല്ല കമ്പനിയാണ് ആള്. അങ്ങനെ പിന്നെ ആൾക്കൊരു ടാറ്റയൊക്കെ കൊടുത്തിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അങ്ങനെ നമ്മുടെ ഈ വർഷത്തെ ഓണം ഷോപ്പിംഗ് കഴിഞ്ഞു. അപ്പോൾ ഇനിയുള്ള വീഡിയോസ് വരുന്നതെന്ന് വെച്ചാൽ ഇനി ഓണത്തിൻ്റെ ഓരോരോ വിശേഷങ്ങളായിട്ടായിരിക്കും കേട്ടോ നമ്മുടെ അടുത്ത വ്ലോഗ് വരുന്നത്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഇനി നമുക്ക് ഓണത്തിൻ്റെ ഓരോ വിശേഷങ്ങളായിട്ട് കാണാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. ടാറ്റാ.